വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എറണാകുളം ടു മൂന്നാർ പോകുന്ന ഒരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ്. ആസ് യൂഷ്വൽ ഇതൊരു അൺപ്ലാൻഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് പോയത്. രാവിലെ എണീറ്റപ്പോൾ ജസ്റ്റ് ഒന്ന് മൂന്നാർ വരെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. കാരണം എറണാകുളത്ത് നിന്ന് ഒരു 3.5 to 4 hours ഓഫ് ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ഡേ ഔട്ട് എന്നുള്ള രീതിയിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് 1-2 പ്ലേസസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ് ഇത്. വേനലായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള വ്യൂ എല്ലാം കുറച്ച് ശോകമായിരുന്നു. കാരണം മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി നിൽക്കുമായിരുന്നു. റോഡ് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ഡ്രൈ ലുക്കായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ചിയാപ്പാറ വാട്ടർഫോൾസിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടോ. ഇച്ചിരിയെങ്കിലും വെള്ളം കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഫുള്ളി ഡ്രൈഡ് ആയിരുന്നു. ഒട്ടുമേ വെള്ളമില്ലായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. ഞാനിവിടെ മുന്നേ വന്നപ്പോൾ ഒരു പഴയ ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. അന്ന് ഞാനൊരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ് വന്നത്. പക്ഷെ അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വളറ വാട്ടർഫോൾസും. അവിടെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അവിടെ പേരിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നൂല് പോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു. വേറെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു 2 സ്ഥലത്തു നിന്ന് നമുക്കിപ്പോൾ ഒരു ഡ്രൈ ഫീലാണ് കിട്ടിയത്. പക്ഷെ ഇതിലൊരു സസ്പെൻസ് ഉണ്ട്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ മൂന്നാറിന് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങ് പെട്ടെന്ന് മാറി. പെട്ടെന്ന് തണുപ്പ് വന്നു, കോട വന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ആ ഒരു മഴ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഇത്രയും ദിവസമായിട്ടും വേനലായതുകൊണ്ട് തന്നെ മഴയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു മഴയായിരുന്നു കിട്ടിയത്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ ഒരു വിഷമം മാറാനായിട്ട് നല്ലൊരു ഗീ റോസ്റ്റും സാമ്പാറും ചട്നി അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുമ്പ് പാലത്തിനടുത്തുള്ള ഒരു കടയിലാണ് നമ്മൾ കയറിയത്. എന്നിട്ട് അവിടെ നിന്ന് നല്ല രീതിക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ പള്ളിവാസലോട്ട് വിട്ടു. പള്ളിവാസൽ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു ഹാപ്പിനെസ്സും ആശ്വാസവും ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. മൂന്നാർ എത്തി എന്നുള്ളൊരു ക്ലൈമറ്റും വ്യൂവും ഒക്കെ ഒന്ന് സെറ്റായി കിട്ടിയത് പള്ളിവാസൽ എത്തിയപ്പോഴാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഫുള്ളി ജക്രാന്ത മരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെ എക്സാം ട്രീ എന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് പൂക്കുന്നത് മാർച്ച് ടു ഏപ്രിൽ ആ ഒരു സമയമാണ്. നോർമലി എക്സാംസ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എക്സാം ട്രീ എന്ന് വിളിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ. ഈ ഒരു പൂക്കളും ആകാശവും പച്ചപ്പും എല്ലാം കൂടെ ആയപ്പോൾ അടിപൊളിയായി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിവാസൽ വന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്ന നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വരെ പോകാന്നുള്ള ഡിസിഷൻ എടുത്തു. മൂന്നാറിന് ടോപ്പ് സ്റ്റേഷൻ അറൗണ്ട് ഒരു 34 kilometer ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 1-1.5 hours ഓഫ് ഡ്രൈവ്. ഇതിനിടയ്ക്കായിട്ട് തന്നെയാണ് മാട്ടുപ്പെട്ടി ഡാമും ദേവികുളവും എക്കോ പോയിന്റും ഒക്കെ വരുന്നത്. അതൊക്കെ ഇറങ്ങാനായിട്ട് നല്ല സ്പോട്ടാണ് കേട്ടോ. ഈ ഒരു സ്പോട്ട് കണ്ടോ, എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ലൈഫ് ഓഫ് റാമൊക്കെ ഓർമ്മ വന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമെല്ലാം പാസ് ചെയ്ത് എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീസ് വന്നിട്ട് 10 rupees പെർ ഹെഡാണ്. പിന്നെ ഇവിടെയും സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവായിരുന്നു. പക്ഷെ കാണാനുള്ള ഭംഗി, ആ ഒരു വ്യൂവിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ ബോട്ടിംഗ് സർവീസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു. പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം സെപ്പറേറ്റ് ഫീസ് ആയിരുന്നു. ഡാമിൽ വെള്ളം കുറവായിരുന്നെങ്കിലും ഭംഗിക്ക് യാതൊരു കുറവില്ലായിരുന്നു കേട്ടോ. പിന്നെ എക്കോ പോയിന്റ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂവി വിളിച്ച് എക്കോ ഒക്കെ കേട്ടുന്നപ്പോൾ കുറേ ടൈം അവിടെ സ്പെൻഡായി. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ സ്കൈ തന്നെയായിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇന്ന് ഞാനൊരു സ്കൈ എക്സ്പ്ലോറർ ആയിരുന്നു. ഇനി നമ്മൾ മൂന്നാർ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ദാറ്റ് ഈസ് ചായ കുടിക്കൽ. അങ്ങനെ എക്കോ പോയിന്റ് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. ഒരു ചായയും ഒരു കട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ചായ ആയിരുന്നു. ഈ ലാലേട്ടൻ പറയും പോലെ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും എന്ന് പറയുന്നത് ഉള്ളതാണോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു കുട്ടി ഹോബിയാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത്, ഏതെങ്കിലും പുതിയ സ്ഥലത്തൊക്കെ പോകാൻ നേരത്ത് അവിടെ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞു ഗണപതിനെയൊക്കെ മേടിച്ചിട്ട് വരും. എനിക്കൊരു കുട്ടി കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊന്ന് ആഡ് ചെയ്യാനായിട്ടാണ്. ഭയങ്കര ഭക്തി മൂത്തിട്ടോ അങ്ങനെയൊന്നും അല്ല. എനിക്കിഷ്ടമാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു സന്തോഷമാണ്, ഒരു കുട്ടി ഹോബി എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ഗണപതിയെ തപ്പി എനിക്ക് ഒരാൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. 150 rupees ആണ്. പക്ഷേ ആ ചേട്ടൻ എനിക്ക് 100 രൂപയ്ക്ക് തന്നു. അതും എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. രാവിലെ തന്നെ ഡയറ്റിനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ മൂന്നാർ വരുമ്പോൾ ഫുൾ
ഒക്കെ ആയിരിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് ഈ സ്കൈ ഒന്നും അധികം കാണാനൊന്നും പറ്റത്തില്ല. ഓർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് സ്കൈ കാണാൻ മുട്ടായി എടുക്കണോ? റോഡിന്ന് മാറടാ, അവിടെ റോഡിന്ന് മാറടാ. ആനേക്കാളും കഷ്ടമാണല്ലോ അവന്മാര്. ഈ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് ഒരുപാട് കുരങ്ങന്മാരും പശുമ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ആക്ച്വലി ഈ പ്ലേസ് തൊട്ടാണ് പിന്നെ അങ്ങോട്ട് കോടയും തണുപ്പും ഒക്കെ കുറച്ചുകൂടെ കൂടാൻ തുടങ്ങിയത്. നല്ല രീതിക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങിയത് ഈ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു പാറക്കല്ല് കാണുന്നില്ലേ, അവിടെയൊക്കെ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതവിടെ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിന്റ് പോകാനായിട്ട് കാറ് നമ്മൾ കുറച്ച് ദൂരം ഒന്ന് പിന്നോട്ടിട്ടിട്ട് വേണം നടന്ന് പോകാനായിട്ട്. ഇല്ലെങ്കിൽ അവിടെ നല്ല രീതിക്ക് ട്രാഫിക് ആകും. ആൻഡ് ഇവിടുത്തെ എൻട്രി ഫീസ് വന്നിട്ട് 20 rupees പെർ പേഴ്സൺ ആണ്. നല്ല രസമായിരുന്നു, നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. നമുക്കിങ്ങനെ കോടയും മഞ്ഞും മലയും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇത്രയും തിരക്കാണെന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്താണ്, പോകുന്ന വഴിക്കാണ് നമ്മളൊരു കാര്യം നോട്ട് ചെയ്തത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി ടോപ്പ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് എനിക്ക് മൂന്നാർ വന്നു എന്നൊരു ഫീൽ കിട്ടിയത്. നല്ല കോടയുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു, ആൻഡ് വ്യൂവും അടിപൊളിയാണ്. പക്ഷേ ദേവികുളം കഴിഞ്ഞിട്ട് ടോപ്പ് സ്റ്റേഷനിലോട്ട് വരുന്ന റോഡ് ഇച്ചിരി മോശമായിരുന്നു. ഭയങ്കര മോശമൊന്നുമല്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും കമ്പാരിറ്റീവ്ലി നല്ല സ്മൂത്ത് റോഡ് എന്ന് പറഞ്ഞ് കുറച്ച് കട്ടറുള്ള റോഡൊക്കെയാണ് ദേവികുളം കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. പക്ഷെ നിങ്ങൾ ആ കോടയൊക്കെ നോക്കിയേ, നല്ല രസമല്ലേ. പൊളിഞ്ഞ റോഡാണെങ്കിൽ എന്താ, കോടയുണ്ടല്ലോ, നല്ല കോടയുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്, പക്ഷെ നല്ല കോടയുണ്ട്. കാണിച്ചു തരാവേ. കണ്ടോ കണ്ടോ, ഇത് എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്നൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ മൂന്നാറിന്റെ കുട്ടിയാണ്. ഞാൻ ട്രിവാൻഡ്രം കുട്ടിയല്ല. ഐ എം നോട്ട് മെന്റ് ഫോർ ട്രിവാൻഡ്രം. ഇവിടെ നിന്ന് ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ വിറ്റ് പച്ചക്കറിയൊക്കെ വളർത്തി അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ടോപ്പ് സ്റ്റേഷൻ പോകുന്ന റൂട്ടിൽ ഇതുപോലെ ഒരുപാട് പച്ചക്കറി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ നോട്ടിട്ട് വെച്ചതാണ് ഈ ഒരു ഷോപ്പിനെ. കാരണം ഇവിടെ ഒരുപാട് ബ്രോക്കലി ഉണ്ടായിരുന്നു. ഈ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ബ്രോക്കലി എന്ന് വെച്ചാൽ ഒരു വികാരമാണല്ലോ അല്ലേ. ആക്ച്വലി ഇവിടെ നല്ല വില കുറവായിരുന്നു. ഒരു ബ്രോക്കലിക്ക് 80 rupees വരുന്നുണ്ടായിരുന്നുള്ളൂ. ക്യാബേജിന് 30 rupees ഉണ്ടായിരുന്നുള്ളൂ. നല്ല ലാഭമായിരുന്നു വെജിറ്റബിൾസ് ഒക്കെ. പിന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാൻ നേരത്തെ, ഈ ഷോപ്പിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ താഴത്തോട്ട് നോക്കാൻ നേരത്തെ ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ക്യാബേജിൻ്റെ ഒക്കെ കൃഷിയുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റും. നല്ല രസമായിരുന്നു ആ ഒരു പ്ലേസ് കാണാനായിട്ട്. കുറേ ഇങ്ങനെ കുട്ടി കുട്ടി വീടും അതൊക്കെ ഇവർ താമസിക്കുന്നതാണ് കേട്ടോ. കുറേ കുട്ടി കുട്ടി വീടും പിന്നെ ആ കൃഷി ചെയ്യുന്ന സ്ഥലവും ഒരു പ്ലേ ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു. എനിക്ക് അവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ തിരിച്ചു പോകുന്ന മടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയില്ല. പക്ഷേ അതിനും പകരമായിട്ട് വേറൊരു ഫാമിൽ ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണേ. പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കൂട്ടം പശുമ്പന്മാരെ കണ്ടു. അവരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ഫാം വിസിറ്റിന്റെ ബോർഡ് കണ്ടത്. അപ്പൊ പിന്നെ ഇത്രയും ദൂരം വന്നിട്ട് ഫാം വിസിറ്റ് കാണാണ്ട് പോകുന്നത് എങ്ങനെയാണ്, ഫാം വിസിറ്റ് ചെയ്യാണ്ട് പോകുന്നത് എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ആ പ്ലേസ്. ഈ വട്ടത്തെ എൻ്റെ മൂന്നാർ ട്രിപ്പിൻ്റെ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രിപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേസും ഇവിടെ കണ്ടുമുട്ടിയ കുറച്ച് ആൾക്കാരുമായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് ഒരു 3 kilometer ഉള്ളിലോട്ടാണ് ഈ ഒരു ഫാം ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് കുണ്ടലി ഫാം വിസിറ്റ് എന്നാണ്. എനിക്ക് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. പോകുന്ന വഴിക്ക് ഇതുപോലെ ഈ ക്യാരറ്റ് എല്ലാം വാഷ് ചെയ്യുന്ന സീനൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മളിതൊന്നും ഡെയിലി കാണുന്ന സീനൊന്നും അല്ലല്ലോ, വല്ലപ്പോഴും കൂടെ കാണാൻ കിട്ടാത്തൊരു സീനാണ്. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റൊക്കെ ഇങ്ങനെ അവർ വാഷ് ചെയ്യുന്നതൊക്കെ നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഫാം വിസിറ്റിലോട്ട് പോകാനായിട്ട്. പിന്നെ ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫാം എന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്നും ഒരു 3 kilometer ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ റോഡ് ഫുൾ നല്ല ഗട്ടറാണ്. ഈ ഒരു ഫാം എത്തുന്നവരെയും നല്ല
കട്ടറുള്ള റോഡാണ്. അപ്പോൾ കുഞ്ഞു വണ്ടിയിലൊക്കെ വരുന്നവരൊക്കെ സൂക്ഷിച്ചു വേണം വരാനായിട്ട്. നമ്മളിപ്പോൾ ഫാമിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ആൻഡ് ഇവിടുത്തെ ടിക്കറ്റ് ഫീ വന്നിട്ട് 100 rupees പെർ ഹെഡ് ആണ്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണല്ലോ, ഈ 100 rupeesന് നിങ്ങൾ ഈ ഫാമിൽ കയറുന്നത് 100% വർത്ത്. ഇവിടെ നമുക്കൊരു ഗൈഡിനെ അസൈൻ ചെയ്ത് തരും കേട്ടോ. ആ പുള്ളിയാണ് നമുക്ക് എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു തരുന്നത്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒക്കെ ആ ചേട്ടനാണ്. അപ്പം നമ്മൾ ആ ഗൈഡിനെ വെയിറ്റ് ചെയ്യാണ്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നോർമൽ പാഷൻ ഫ്രൂട്ടാണ്, നല്ല പുളിയൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെയും വാനോക്കി നിൽക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ചേട്ടൻ എനിക്ക് അതുകൊണ്ടൊന്ന് തന്നിട്ട് പോയി. അതെനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പക്ഷേ ഇത് നമുക്ക് മധുരമൊന്നുമില്ലാതെ പഞ്ചസാരയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല, നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗൈഡ് വന്നു. ഇതാണ് വിജയപ്പൻ ചേട്ടൻ. ഈ ചേട്ടനാണ് കേട്ടോ നമ്മുടെ ത്രൂ ഔട്ട് ദ ഫാം വിസിറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും എക്സ്പ്ലെയിൻ ചെയ്തു തന്നതും ഒക്കെ ഈ ചേട്ടനാണ്. பாடி ஹீட்டு குறையும், பைல்ஸுக்கு பெஸ்ட்டு. ഇത് കൂട്ടി വെച്ചോம்னா ഇപ്പം നമ്മൾ കണ്ടതാണ് ട്രീ ടൊമാറ്റോ. പുള്ളി അതിൻ്റെ വെറൈറ്റീസും യൂസസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നിങ്ങൾക്ക് അത് സീസൺ ടൈത്തിൽ ഇത്ര വലുതാകും. ടീ ടൊമാറ്റോ ഇതിൽ വേണ്ടല്ലോ ഇത് பண்ணும்போது അത് പുളി തന്നെ. അത് പുളിതാ. എൻ്റെ കയ്യിലിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പുളിയുള്ളതല്ലേ, ഞാൻ മധുരമുള്ളത് പറിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പുള്ളി പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ആ ചേട്ടൻ പാഷൻ ഫ്രൂട്ട് എടുക്കാൻ പോകുന്ന ഗ്യാപ്പിന് നമ്മൾ മൾബറി എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആ മൾബറി ഒക്കെ കഴിക്കുന്നത്, ഇതിന് മുന്നേ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, ചെറിയൊരു പുളിപ്പും നല്ല മധുരമൊക്കെ ഉള്ളൊരു കുഞ്ഞു ഫ്രൂട്ട് എനിക്കിഷ്ടപ്പെട്ടു. ദേ നമ്മുടെ ചേട്ടൻ ഇസ് ബാക്ക് വിത്ത് പാഷൻ ഫ്രൂട്ട്. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. മൂന്നാർ പോകാൻ നേരത്ത് നമ്മളിത് മുന്നേ കഴിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ നല്ല മധുരമുള്ളൊരു പാഷൻ ഫ്രൂട്ട്, ഒട്ടുമേ പുളിയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നെ കണ്ടത് ടീ ട്രീ ഓയിലിൻ്റെ മേക്കിംഗ് പ്രോസസ്സാണ് പുള്ളിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നത് ഓയിൽ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ ഒരു സെറ്റാണ്, അതാണ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. லோட் பண்ணிடுவோம். ஓகே, லோட் பண்ணிவிட்டு இந்த இது ஃபுல்லாக இதாகிடும். அடைச்சிட்டு ஸ்டீமு மாத்திரம் இதில் வரும். இதில் வந்துட்டு இதில் வந்து இங்கே வந்துடும் ஸ்டீம், വെള്ളവും സ്റ്റീം ഇതിൽ വരുമ്പോൾ ആയിൽ ഇതിക്ക് வந்துடும். പിന്നെ ഇത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് ഈ വെള്ളത്തിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ടീ ട്രീ ഓയിലിൻ്റെ മേക്കിംഗ് പ്രോസസ്സ്. ഡാൻഡ്രഫ്, കറുത്ത പാട് എല്ലാം തേக்கலாம், ഫ്രഷാக இருக்கும். ഇത് നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഓയിലാണ് കേട്ടോ. നമ്മുടെ പിമ്പിൾസിനും ഡാൻഡ്രഫിനും ഒക്കെ ബെസ്റ്റാണ്. ഇനി കുറച്ച് ലീഫി ഐറ്റംസ് ഒക്കെ കാണാമേ. ഇത് ഇത് പെപ്പർമിന്റ്, ഇത് സ്റ്റീവിയ നല്ല മധുരമായിരുന്നു. നല്ല മധുരമായിരുന്നു പെപ്പർമിന്റ്. വാങ്ങിട്ട് പോയിട്ടാ ലെമൺ ഗ്രാസ് അടിപൊളി. അതിലെ വേറെ വെറൈറ്റി. ഇത് വേറൊരു മണോ. ഒരിഗാണോ ഇത് മെഡിസിൻ പ്ലാന്റ്. മെഡിസിനൽ പ്ലാന്റ് അത് അലോവേറ. പട്ടാണി ഗ്രീൻ പീസ്. ഇത് കാലിഫ്ലവറും ബ്രോക്കോളിയും. ടേസ്റ്റ് பண்ணிக்கோங்க. ഇത് സ്വീറ്റ് പീസ് ആയിരുന്നേ. ഞാൻ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം ആ ചേട്ടൻ തന്നെ പൊട്ടിച്ചു തന്നു. പച്ച കഴിക്കാൻ കൊള്ളാം. സ്വീറ്റ്, അതാ
നിൽക്കുന്നു. ഉള്ളവയെ പോട്ട് എടുക്കുന്നതാണ്. ഉള്ള എടുക്കാൻ പറ്റും. ഈ കാണുന്നത് ക്യാരറ്റ് ആണ്, ലെഫ്റ്റിൽ കാണുന്നത് നാടൻ, റൈറ്റിൽ കാണുന്നത് ഹൈബ്രിഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞാൽ പിഴുതെടുക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു ട്രൈ ദാറ്റ് ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ കർഷകയായി. ഞാൻ ഇവിടെ താമസിക്കാൻ പോവുക. പിന്നെ ഈ കാണുന്നത് ക്യാബേജ്, ലെറ്റ്യൂസ് അങ്ങനെ വരുന്ന ലീഫി വെജിറ്റബിൾസ് ആണ്. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഉള്ളത്. പൂളും മിഠായിയുടെ മണമുണ്ട്, പല ടൈപ്പ്. ഞാൻ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകും. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ஒன்று மட்டும் பார்த்து கொடுங்க. പൊട്ടിക്കരുത്, ഞാൻ നീങ്ങിക്കാം. ഇല്ല ഇല്ല കുഴപ്പമില്ല. നേരത്തെ ഞാനൊന്ന് ട്രീ ടൊമാറ്റോ കടിച്ച് പൊട്ടിച്ച് അവസാനം അടുത്ത് നിന്ന വിച്ചുവിൻ്റെ ദേഹത്ത് ഫുള്ള് റെഡ് കളറിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇതാണ് പെപ്പിനോ. പെപ്പിനോ വന്നിട്ട് ഒരു വാട്ടർമെലൺ, കുക്കുംബർ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു തക്കാളിയുടെ ഷേപ്പ് ഇരിക്കുന്ന ഒരു സാധനം. കൊള്ളാം. ഓയിൽ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ, നമ്മുടെ ഓറഞ്ചും സൺഫ്ലവറും. നല്ല മധുരമുള്ള ഓറഞ്ചാണ് കേട്ടോ, കാരണം ഇത് ഹൈബ്രിഡ് ആണ്. ഇനി ഞാൻ ലൈഫിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത സാധനം ബ്ലാക്ക്ബെറി. നല്ല പഴുത്ത ബ്ലാക്ക്ബെറിക്ക് നല്ല മധുരവും അല്ലാത്തതിന് ചെറിയ പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ആ ചേട്ടൻ ക്യാരറ്റ് എല്ലാം കൊണ്ടുപോയി കഴുകിയിട്ട് വന്നു. നേരത്തെ നമ്മൾ എടുത്തില്ലേ, ആ ഒരു ക്യാരറ്റാണിത്. നമുക്കത് കഴിക്കാം. നല്ല പൊളിയുണ്ട്. ഈ കാണുന്നതാണ് സ്ട്രോബെറി. ഇപ്പോൾ സ്ട്രോബെറി സീസൺ അല്ല, അത് നമ്മുടെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു സമയത്താണ് സ്ട്രോബെറി സീസൺ വരുന്നത്. എങ്കിലും ഇവിടെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാവേ. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അവക്കാഡോയും ഫിഗും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വെള്ളമുന്തിരി. ബ്ലാക്കാ? ഓ, ബ്ലൂബെറി ഇല്ല. ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് ഇതാണ് നമ്മുടെ സാക്ഷാൽ ബ്ലൂബെറി. ഇതും സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പഴുത്തതൊന്നും കിട്ടിയില്ല, ഫുൾ പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിക്കാനുള്ള ചാൻസും മിസ്സായി. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ നിറയെ ബ്ലാക്ക്ബെറിയൊക്കെ അങ്കിൾ എടുത്തു നിന്നായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞു, ഇതിലൊരെണ്ണം നല്ല പഴുത്തിട്ടായിരുന്നു. പഴുത്ത ബ്ലാക്ക്ബെറി എല്ലാം നല്ല മധുരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പഴുക്കാത്തത് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു, പച്ച നല്ല പുളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറെ കുറേ മരങ്ങളും ഉണ്ടായിരുന്നു. ആപ്പിൾ മരം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. കാരണം നമ്മളിവിടെ വരുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. വന്നപ്പോൾ ഇത്രയും അധികം സാധനങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണൊന്നും അധികം ചാർജ് ഇല്ലാത്തത് കൊണ്ട് സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു. പിന്നെ ഏതൊക്കെയൊക്കെ ഫോണിലാണ് റെക്കോർഡ് ചെയ്തെടുത്തത്. പിന്നെ ഇവിടെ തന്നെ ഒത്തിരി ഇങ്ങനെ നടക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. വെള്ളം വരുന്ന ഒരു അരുവി പോലെയൊക്കെ ഉണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് വറ്റി കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയൊക്കെ കുട്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ഗുഹയുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോയിട്ടൊക്കെയാണ് വന്നത്. അതൊരു വെർട്ടിക്കൽ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ആ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നത് വിജയപ്പഞ്ചനാണ് കേട്ടോ. ആ വീഡിയോ മാത്രമല്ല, ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ പുള്ളി എടുത്തു തന്നായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടല്ല, പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ നേരത്ത്, പുള്ളിക്ക് അറിയാന്നുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വരാൻ നേരത്ത് പുള്ളി തന്നെ നമ്മുടെ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഫോട്ടോയിൽ ബാഗും തൊപ്പിയൊക്കെ ഇരുന്നാൽ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പുള്ളി തന്നെ കയ്യിൽ വെച്ചിട്ട് പുള്ളിയാണ് എടുത്തു തരുന്നത് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ. സത്യം പറഞ്ഞാൽ നല്ല ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഗൈഡായിരുന്നു. നമുക്ക് എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, ഒരുപാട് സാധനങ്ങൾ കഴിക്കാനായിട്ട് കൊണ്ടുതന്ന്. ഞാൻ കൂടുതലും ഇതിനകത്ത്
അതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലത്ത് വന്നിരുത്ത് ആ സ്ഥലം മാത്രമായിരിക്കത്തില്ല, അവിടെ പരിചയപ്പെടുന്ന ആൾക്കാർ നമ്മുടെ മനസ്സിലുണ്ടാവത്തില്ലേ, അതുപോലൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ഗൈഡായിട്ട് വന്ന വിജയപ്പൻ ചേട്ടൻ. നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വന്ന നമ്മൾ മനസ്സ് നിറയെ മെമ്മറീസുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ ചിയാപ്പാറ വാട്ടർഫോൾസ് കാണിച്ചില്ലേ, തിരിച്ചു വന്നപ്പോൾ മഴ പെയ്തു എന്നൊക്കെ. ഇതാണ് ചിയാപ്പാറ വാട്ടർഫോൾസിൻ്റെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ലുക്ക്. നല്ല രീതിക്ക് കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അന്നത്തെ ദിവസം ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ കോടയൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി. രാവിലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടന്ന സ്ഥലം ഇപ്പോൾ വീണ്ടും പച്ചപ്പും കോടയൊക്കെ വന്നിട്ട് നല്ല രസമായി. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം, ഞാനൊരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് തന്നപ്പം 18, 20, 22 മിനിറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഐ ആം സോറി. അപ്പോൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ ബൈ ബൈ.